ഹലോ സ്റ്റുഡൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഓപ്പറേഷൻസിൻ്റെ അടുത്ത പോർഷനാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിലെടുത്തപ്പോൾ നമ്മൾ ETF എന്താണെന്നുള്ളത് പഠിച്ചായിരുന്നു. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. ETF എന്താണെന്നുള്ളത് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും റിവൈസ്ഡ് ടെക്സ്റ്റ് കിടപ്പുണ്ട്. എൻ്റെ നേരത്തെ കയ്യിലിരുന്ന ടെക്സ്റ്റിലില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പോർഷൻ ഞാൻ പറയാതെ പോയത്. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയെടുക്കാം. റിവൈസ്ഡ് ടെക്സ്റ്റിലെ പേജ് നമ്പർ 138 കിടക്കുന്നതാണ് ഫീച്ചേഴ്സ് ഓഫ് ETF എന്ന് പറയുന്നത്. അപ്പോൾ ETF എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. ETF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി ഷെയർ ബാക്കി സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നത് പോലെ തന്നെ ട്രേഡ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്കീമുകളെയാണ് നമ്മൾ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. നെക്സ്റ്റ് അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ETF ആർ ലിസ്റ്റഡ് ആൻഡ് ട്രേഡഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒന്നാമത്തത്, അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതേപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നതാണ്. രണ്ടാമത്തത്, ETF എന്ന് പറയുന്നത് ഒരു ബാസ്ക്കറ്റ് ഓഫ് സ്റ്റോക്കാണ്. അതായത് സ്റ്റോക്കുകളുടെ ഒരു കൂട്ടമാണ്. ദാറ്റ് റിഫ്ലക്റ്റ് ദ കമ്പോസിഷൻ ഓഫ് ആൻ ഇൻഡെക്സ് ലൈക്ക് നിഫ്റ്റി, സെൻസെക്സ് എക്സെട്ര. അപ്പോൾ അങ്ങനെ നിഫ്റ്റിയിലും സെൻസെക്സിലൊക്കെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒന്നോ രണ്ടോ അതിലധികമോ ഷെയറുകളുടെ ഒരു കൂട്ടമായിരിക്കും ശരിക്കും ഒരു ETF എന്ന് പറയുന്നത്. അടുത്ത തേർഡ് വൺ, ETF എന്ന് പറയുന്നത് ഹൈലി ട്രേഡബിൾ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റിയാണ്. എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങാനായിട്ടും വിൽക്കാനായിട്ടും ട്രേഡിംഗ് ഡേയ്സിൽ വാങ്ങാനായിട്ടും വിൽക്കാനായിട്ടും സാധിക്കും. അതുകൊണ്ട് തന്നെ ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒന്നാണ് ETF എന്ന് പറയുന്നത്. അടുത്തത്, ETF എന്ന് പറയുന്നത് ഇൻഡെക്സ് ട്രാക്കഡ് ആണ്. അതായത് അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള റിട്ടേൺസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് മാച്ച് ചെയ്ത് നമുക്ക് ട്രേഡിങ് പോസിബിളാണ്. അടുത്തത്, ETF എന്ന് പറയുന്ന ബ്രോഡ് ഡൈവേഴ്സിഫിക്കേഷനാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോവർ കോസ്റ്റിൽ, കുറഞ്ഞ ചിലവിൽ ലിക്വിഡിറ്റി കൂടുതലായിരിക്കും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ETF ആണ്. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് ഇൻഡെക്സ് ETF എന്ന് പറയുന്നത്. ഇൻഡെക്സ് ETF എന്ന് പറയുന്നത് പല ഇൻഡെക്സുകളുടെ, നമുക്കിപ്പോൾ പല തരത്തിലുള്ള ഇൻഡെക്സുകൾ നിലവിലുണ്ട്. സെൻസെക്സ് ഉണ്ട്, നിഫ്റ്റി ഉണ്ട്, അങ്ങനെ പല ഇൻഡെക്സുകളുണ്ട്. അങ്ങനെ പല ഇൻഡെക്സുകളുടെ കമ്പോസിഷൻ കാണിക്കുന്ന ഒരു ബാസ്ക്കറ്റ് ഓഫ് ഷെയർസിനെയാണ് നമ്മൾ ഇൻഡെക്സ് ETF എന്ന് വിളിക്കുന്നത്. അപ്പോൾ പല ഇൻഡെക്സുകളുടെ കമ്പോസിഷൻ ആയതുകൊണ്ട് തന്നെ ആ ഇൻഡെക്സുകളുടെ ടോട്ടൽ റിട്ടേണിനോട് ക്ലോസ്ലി കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിട്ടേൺ ആയിരിക്കും ഈ ഇൻഡെക്സ് ETFകളിൽ കിട്ടുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് ETFൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് അത് ഏത് ഇൻഡെക്സുമായിട്ടാണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് അവിടുത്തെ പ്രൈസ് ഫ്ലക്ച്വേഷനുമായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റും ഇതിൻ്റെ പ്രൊപ്പോർഷനായിട്ട് റിഫ്ലക്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. ETF ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഇൻഡെക്സ് മൂവ്മെൻറ്റിന് ഈക്വലായിട്ടുള്ള റിട്ടേൺ ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻഡെക്സ് ETFൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് സെക്യൂരിറ്റീസിൻ്റെ ഇൻഡെക്സിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണോ സെയിം പ്രൊപ്പോർഷനിലുള്ള ആ ഒരു കമ്പോസിഷനാണ് ഇൻഡെക്സ് ETFലും കാണുക. അപ്പോൾ അതുകൊണ്ടാണ് അതേ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതേ റിട്ടേൺ തന്നെ അതിനോട് ഈക്വൽ ആയിട്ടുള്ളത് തന്നെ ഇൻഡെക്സ് ETFലും വരുന്നത്. സെക്കൻഡ് വണ്ണാണ് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്നത്. ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെയിനായിട്ട് ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാനായിട്ട് സാധിക്കും. ഇതെന്ന് പറയുന്നത് ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ട് സ്കീമാണ്. പക്ഷേ ബേസ് ചെയ്തിരിക്കുന്ന ഗോൾഡ് പ്രൈസസിനെയാണ്. ഗോൾഡ് പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഗോൾഡ് ഫിസിക്കലി ഡെലിവറി ചെയ്യാതെ തന്നെ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ബുള്ളിയൻ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവസരമാണ് കിട്ടുന്നത്. അടുത്ത അഡ്വാൻറ്റേജസ് ഓഫ് ETF ആണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ETF അകത്ത് നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ പോസിബിളാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സിൻ്റെ അല്ലെങ്കിൽ കമ്മോഡിറ്റീസിൻ്റെ ഒരു ബാസ്ക്കറ്റാണ് ETF എന്ന് പറയുന്നത്. രണ്ടാമത്തത്, നെക്സ്റ്റ് ETFകൾക്ക് ലിക്വിഡിറ്റി കൂടുതലുണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി ആയതുകൊണ്ട് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വാങ്ങാനായിട്ടും വിൽക്കാനായിട്ട് സാധിക്കും. അടുത്തത്, ETF എന്ന് പറയുന്നത് കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്. ETF ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ബാക്കിയുള്ള മ്യൂച്വൽ ഫണ്ടുകളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് പറയാം. അടുത്തത്, ETF എന്ന് പറയുന്നത് ഹൈലി ഫ്ലെക്സിബിൾ ആണ്. അതായത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഇക്വിറ്റി മാർക്കറ്റിൻ്റെ ആ ഒരു എക്സ്പ്ലോഷർ ഗെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ടൂളാണ് ETF എന്ന് പറയുന്നത്.
അടുത്താണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ETF എന്ന് പറയുന്നത്. ETF-ൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എപ്പോഴും ഇത് നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് ആണെന്നുള്ള അഡ്വാൻറ്റേജ് ആണെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എപ്പോഴും അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. നമ്മൾ റിപ്പീറ്റഡായിട്ട് പർച്ചേസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ബ്രോക്കറേജ് അങ്ങനെയുള്ള എക്സ്പെൻസസ് ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്താണ് ടൈംലി എക്സിക്യൂഷൻ ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ഹൈ വോളാട്ടിലിറ്റി അനുഭവപ്പെടുന്ന മാർക്കറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ETF-ൻ്റെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ടൈംലി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾക്ക് കിടക്കുന്ന മണി മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, വാട്ട് ഈസ് നെറ്റ് അസറ്റ് വാല്യൂ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള പ്രൈസിങ് ഓഫ് യൂണിറ്റാണ്. NAV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ഹോൾഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ ഫെയർ വാല്യൂ എത്രയാണെന്നുള്ളത് കാണിക്കുന്നതാണ് NAV എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് NAV കൂടാതെ അഡീഷണലായിട്ട് കുറച്ച് എൻട്രി ആൻഡ് എക്സിറ്റ് ലോഡുകൾ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രൈസിങ് ഓഫ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട്. ദ സെയിൽ പ്രൈസ് ഈസ് NAV പ്ലസ് എൻട്രി ലോഡാണ്. സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് NAV നെറ്റ് അസറ്റ് വാല്യൂ പ്ലസ് എൻട്രി ലോഡും കൂടെ വരുന്നതാണ്. അതിനെ നമ്മൾ ഓഫർ പ്രൈസ് എന്നും വിളിക്കാറുണ്ട്. റീപർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് NAV മൈനസ് എക്സിറ്റ് ലോഡാണ്. ഈ പ്രൈസിലാണ് ക്ലോസ് എൻഡഡ് സ്കീമുകളിൽ യൂണിറ്റുകൾ റീപർച്ചേസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ബിഡ് പ്രൈസ് എന്നും വിളിക്കാറുണ്ട്. അടുത്താണ് എൻട്രി ലോഡ് എന്ന് പറയുന്നത്. എൻട്രി ലോഡ് എന്ന് പറയുന്നത് ഫ്രണ്ട് എൻഡ് ലോഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു യൂണിറ്റ് നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത്, വിൽക്കുന്ന സമയത്ത് സ്കീം ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന എമൗണ്ടാണ് എൻട്രി ലോഡ് അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് ലോഡ് എന്ന് പറയുന്നത്. അടുത്താണ് എക്സിറ്റ് ലോഡ്. എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സ്കീം ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന എമൗണ്ടാണ് എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ബാക്ക് എൻഡ് ലോഡ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോഡ് ചാർജ് ചെയ്യുന്നില്ലാത്ത സ്കീമുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോ ലോഡ് സ്കീം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടുപോയായിരുന്നു. അടുത്താണ് റിഡംഷൻ പ്രൈസ്. റിഡംഷൻ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ എൻഡഡ് സ്കീമുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ യൂണിറ്റുകളെ റീപർച്ചേസ് ചെയ്യുന്ന പ്രൈസും, ക്ലോസ് എൻഡഡ് സ്കീമുകളാണെന്നുണ്ടെങ്കിൽ മച്യൂരിറ്റി ഡേറ്റിൽ അവരുടെ യൂണിറ്റുകൾ റിഡീം ചെയ്യുന്ന ആ ഒരു പ്രൈസിനെയാണ് നമ്മൾ റിഡംഷൻ പ്രൈസ് എന്ന് പറയുന്നത്. അതും NAV റിലേറ്റഡ് ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും ഈ റിഡംഷൻ പ്രൈസ് എന്ന് പറയുന്നത്. അടുത്താണ് വാട്ട് ഈസ് ന്യൂ ഫണ്ട് ഓഫർ അല്ലെങ്കിൽ NFO എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ IPO പഠിച്ചിട്ടുണ്ട്, അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫർ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളുടെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിനെ വിളിക്കുന്ന പേരാണ് NFO അല്ലെങ്കിൽ ന്യൂ ഫണ്ട് ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ പുതിയൊരു സ്കീം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മൾ ന്യൂ സ്കീം ഓഫറിങ് അല്ലെങ്കിൽ ന്യൂ ഫണ്ട് ഓഫറിങ് എന്നാണ് വിളിക്കുന്നത്. ന്യൂ ഫണ്ട് ഓഫറിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്കീം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ഫേസ് വാല്യൂവിലായിരിക്കും. ഇപ്പോൾ 10 rupees ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ സ്കീം എപ്പോഴാണോ റീ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞ സെയിലും പർച്ചേസും എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നത് NAVയുടെ ബേസിസിലായിരിക്കും. ഫസ്റ്റ് ഇഷ്യൂവിൻ്റെ സമയത്ത് ഫേസ് വാല്യൂവും പിന്നീട് വരുന്നതെല്ലാം NAV ആയിട്ടുമാണ് വരുന്നത്. അടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ലീഗൽ ഫ്രെയിം വർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. സെബി ഒരു 4 ടയർ സിസ്റ്റമാണ് അതിന് വേണ്ടിയിട്ട്, ഈ ഒരു മ്യൂച്വൽ ഫണ്ടുകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 ടയർ സിസ്റ്റമാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 4 പാർട്ടിസിപ്പൻസ്, 4 ടയർ ആയതുകൊണ്ട് തന്നെ 4 പാർട്ടിസിപ്പൻസ് ആണ് വരുന്നത്. ഒരു സ്പോൺസർ, ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, പിന്നെ ട്രസ്റ്റി, പിന്നെ കസ്റ്റോഡിയൻ. അങ്ങനെ 4 ആൾക്കാരാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കേണ്ടതാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്പോൺസർ എന്ന് പറയുന്നത്. സ്പോൺസർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കമ്പനി ആവാം, ഒന്നുകിൽ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതായിരിക്കും. ഇവരാണ് മ്യൂച്വൽ ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മ്യൂച്വൽ ഫണ്ടിലെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് സ്പോൺസേഴ്സാണ്. അപ്പോൾ ഒരു സ്പോൺസർ എന്നുള്ള നിലയിൽ സെബി അവർക്ക് രജിസ്ട്രേഷൻ ഗ്രാൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സൗണ്ടായിട്ടുള്ള ട്രാക്കർ അക്കൗണ്ടുള്ള കമ്പനികൾക്ക് മാത്രമേ സ്പോൺസറായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൂടാതെ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ആ ഒരു ഫീൽഡിൽ 5 വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് അവർക്കുണ്ടായിരിക്കണം. പിന്നെ പ്രൊഫഷണൽ കോമ്പറ്റൻസ്, ഫിനാൻഷ്യൽ സൗണ്ട്നെസ്, ഡിവിഡൻറ്റ് പേയിങ് കപ്പാസിറ്റി, ഫെയർനെസ്, ഇൻറ്റഗ്രിറ്റി ഇൻ ബിസിനസ് ട്രാൻസാക്ഷൻസ്, ഇതെല്ലാം ഒരു ക്രൈറ്റീരിയ ആയിട്ട് സെബി കൺസിഡർ ചെയ്യാറുണ്ട്. ഒരു സ്പോൺസർ എന്ന് പറയുന്നത്
നെറ്റ് വർത്തിൻ്റെ, അതായത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് AMC എന്ന് പറഞ്ഞ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ നെറ്റ് വർത്തിൻ്റെ 40% എന്ന് പറയുന്നത് സ്പോൺസർ വേണം കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. ഇനി രണ്ടാമത്തെ പാർട്ടിസിപ്പൻ്റാണ് ട്രസ്റ്റീസ് എന്ന് വിളിക്കുന്നത്. ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ബോർഡ് ഓഫ് ട്രസ്റ്റീസിനെയാണ് നമ്മൾ ട്രസ്റ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രസ്റ്റായിട്ട് നിന്നുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ എല്ലാവിധ പ്രോപ്പർട്ടീസ് കീപ്പ് ചെയ്യുന്നു. അതിനകത്തു നിന്നുള്ള ബെനിഫിറ്റ്, അതായത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഹോൾഡേഴ്സിനാണ് വരുന്നത്. യൂണിറ്റ് ഹോൾഡേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ഈ പ്രോപ്പർട്ടീസിനെ കീപ്പ് ചെയ്യുന്ന ആളാണ് ട്രസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ് ട്രസ്റ്റീസിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ AMC പ്രവർത്തിക്കുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് എന്നുള്ള കാര്യം കൂടി നോക്കേണ്ടത് ട്രസ്റ്റീസിൻ്റെ കടമയാണ്. സ്പോൺസറിങ് കമ്പനിയായിട്ട് യാതൊരുവിധ ബന്ധമോ അഫിലിയേഷൻസോ ഒന്നും ഇല്ലാത്ത വ്യക്തികളെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മെമ്പേഴ്സിനെയാണ് ട്രസ്റ്റീസായിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റേഴ്സ്, ഫിനാൻസ്, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളായിരിക്കണമെന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടിൻ്റെ മാനേജ്മെൻറ്റും എല്ലാം ഈ ഒരു ട്രസ്റ്റിയുടെ കൺട്രോളിനും സൂപ്പറിൻറ്റൻഡൻസിനും കീഴിലാണ് വരുന്നത്. പിന്നെ ഈ ട്രസ്റ്റികൾ പ്രവർത്തിക്കുന്നത് ഈ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവരൊരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. ആ എഗ്രിമെൻറ്റിൻ്റെ പേരാണ് ട്രസ്റ്റ് ഡീഡ് എന്ന് പറയുന്നത്. ആ ഒരു ട്രസ്റ്റ് ഡീഡിൽ പറഞ്ഞിരിക്കുന്ന റെഗുലേഷൻ പ്രകാരമാണ് ട്രസ്റ്റീസ് പ്രവർത്തിക്കുന്നത്. അടുത്താണ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അല്ലെങ്കിൽ AMC എന്ന് പറയുന്നത്. ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഫോം ചെയ്യുന്നതും രജിസ്റ്റർ ചെയ്യുന്നതും കമ്പനീസ് ആക്ട് 1956 കീഴിലാണ്. അതേപോലെ തന്നെ ഈ ഒരു ഫണ്ട് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് സെബിയുടെ കയ്യിൽ നിന്ന് അപ്രൂവലുള്ള കമ്പനികൾക്ക് മാത്രമേ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരു മ്യൂച്വൽ ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതുപോലെ ഈ AMC ആണെന്നുണ്ടെങ്കിലും പ്രവർത്തിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രസ്റ്റീസിൻ്റെ സൂപ്പർവിഷനും ഗൈഡൻസിൻ്റെയും കീഴിലാണ്. അപ്പോൾ ഈ AMCയുടെ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബിലൈസിങ് ഫണ്ട് അണ്ടർ വേരിയസ് സ്കീംസ്, ഓരോ സ്കീമിൻ്റെ കീഴിലുള്ള ഫണ്ട് മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് AMCയുടെ സ്പെസിഫിക് ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെ ഈ AMCയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാനേജ് ദ അസറ്റ് ഓഫ് സെബി ഇൻസിസ്റ്റ് ദാറ്റ് AMC, സോറി ആ ടെക്സ്റ്റിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. മാനേജ് ദ അസറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട് MF എന്നാണ് അവിടെ വരേണ്ടത്. അത് കഴിഞ്ഞിട്ട് സെബി ഇൻസിസ്റ്റ് ദാറ്റ് എന്നുള്ള അടുത്ത സെൻറ്റൻസ് ആയിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ വരുന്നത്. നോക്കുക, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ സെക്കൻഡ് പാരഗ്രാഫിൽ കിടക്കുന്നത് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് AMC ഈസ് ടു മാനേജ് ദ അസറ്റ് ഓഫ് MF ആണ്. മ്യൂച്വൽ ഫണ്ടിൻ്റെ അസറ്റ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് സെബി ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിർബന്ധം പറഞ്ഞിട്ടുണ്ട്, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളുടെ മിനിമം നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 10 കോടിയെങ്കിലും ഉണ്ടായിരിക്കണം. അത് കണ്ടിന്യൂസ് ബേസിസിൽ ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം കറക്റ്റാണോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുന്നത് ബോർഡ് ഓഫ് ട്രസ്റ്റീസാണ്. അടുത്ത ഫോർത്ത് പാർട്ടിസിപ്പൻ്റാണ് കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റീസിനെ എല്ലാം സേഫായിട്ട് കീപ്പ് ചെയ്യും. എന്നിട്ട് എപ്പോഴാണോ ക്ലിയറിംഗ് സിസ്റ്റത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ആ ഒരു സെക്യൂരിറ്റീസിൻ്റെ ഡെലിവറി എന്നുള്ളത് വിത്ത് എഫക്റ്റ് കൊണ്ടുവരിക. ഇതൊക്കെയാണ് കസ്റ്റോഡിയൻസിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഒരു കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സെബിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ കസ്റ്റോഡിയനായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് സെബി ഗൈഡ് ലൈൻസ് ഫോർ മ്യൂച്വൽ ഫണ്ടാണ്. സെബിയുടെ 2012 മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻസാണ് അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അതായത് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ട്രസ്റ്റിൻ്റെ ഫോമിൽ വേണം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് 1908 പ്രകാരം അത് പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് മാനേജ് ചെയ്യാനായിട്ട് ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഉണ്ടായിരിക്കണം. പിന്നെ അവരുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 10 കോടി ഉണ്ടായിരിക്കണം. പിന്നെ അവരുടെ സ്പോൺസർ 40%, AMCയുടെ നെറ്റ്വർത്താണ് 10 crore, അതിൻ്റെ 40% സ്പോൺസർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്ത സെക്കൻഡ് പോയിൻ്റ്, സ്പോൺസറിന് നല്ല ട്രാക്ക് റെക്കോർഡുള്ള വ്യക്തിയായിരിക്കണം. മിനിമം 5 വർഷമെങ്കിലും ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്ന AMC ആയിട്ട്, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായിട്ട് യാതൊരു വിധത്തിലും ബന്ധപ്പെട്ട വ്യക്തിയാവാനായിട്ട് പാടില്ല.
അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് ഇവരുടെ ഒരു സ്കീമിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല അൺലെസ് ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് ഓൾ ഇൻറ്റൻഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ്. അതായത് ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻറ്റൻഷൻ, അതായത് അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണെന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്യാതെ, ഓഫർ ഡോക്യുമെൻറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യാതെ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് പാടില്ല. മ്യൂച്വൽ ഫണ്ട് ലോഞ്ച് ചെയ്യുന്ന സ്കീമുകളെല്ലാം ട്രസ്റ്റീസ് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ക്യാരി ഫോർവേഡ് ട്രാൻസാക്ഷൻസിൽ ഡീൽ ചെയ്യാനായിട്ട് പാടില്ല. മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഷോർട്ട് സെല്ലിങ്ങിലും അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻസിലും ഏർപ്പെടാനായിട്ട് സാധിക്കും. പക്ഷേ സെബി സ്പെസിഫൈ ചെയ്യുന്ന ആ ഒരു ഫ്രെയിം വർക്ക് അവർക്ക് ബാധകമായിരിക്കും. NFO നടക്കുന്ന സമയത്ത് ഇഷ്യൂ ചെയ്യുന്ന ഓഫർ ഡോക്യുമെൻറ്റ് ഇൻവെസ്റ്റേഴ്സിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ എടുക്കാൻ പാകത്തിന് ആഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു ഓഫർ ഡോക്യുമെൻ്റ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ സ്കീമിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ഷെയറിൻ്റെ മെജോറിറ്റീനെ, അതായത് മേജർ പാർട്ടിൻ്റെ 5% എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു സ്കീമിൻ്റെ കീഴിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ കമ്പനിയുടെ ഷെയർസിൻ്റെയും ഡിബഞ്ചേഴ്സിൻ്റെയും 50%-ലും എക്സീഡ് ചെയ്യാനായിട്ട്, അതിൽ കൂടാനായിട്ട് പാടില്ല. ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീം അല്ലാത്ത ബാക്കി എല്ലാ ക്ലോസ് എൻഡഡ് സ്കീമുകളും റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓപ്പൺ എൻഡഡ് സ്കീമുകളുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇവരുടെ ഡേറ്റ് ഓഫ് ക്ലോഷർ കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ AMC ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്ന ഡേറ്റ് കഴിഞ്ഞിട്ട് 5 ദിവസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അഡ്വർടൈസ്മെൻറ്റിൽ ട്രസ്റ്റ് ഡീഡിൻ്റെ കാര്യം, മാനേജ്മെൻറ്റ് എഗ്രിമെൻറ്റ് ആൻഡ് സ്കീം വൈസ് ബാലൻസ് ഷീറ്റ് ഇതെല്ലാം കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഇതെല്ലാം അഡ്വർടൈസ്മെൻറ്റ് കോഡുണ്ട്, സെബി ഇഷ്യൂ ചെയ്തിരിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് കോഡുണ്ട്. ആ അഡ്വർടൈസ്മെൻറ്റ് കോഡ് പ്രകാരമുള്ളതെല്ലാം അഡ്വർടൈസ്മെൻറ്റിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. അടുത്തത് ഒരു ക്ലോസിൻ്റെ സ്കീം പ്രകാരം റേസ് ചെയ്യാനായിട്ട് പറ്റുന്ന മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 20 crore-ഉം ഓപ്പൺ എൻഡ് സ്കീമാണെന്നുണ്ടെങ്കിൽ 50 crore-ഉമാണ്. ഈ മിനിമം എമൗണ്ട് കളക്ട് ചെയ്തില്ല എന്നുണ്ട്, ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ടൈം ലിമിറ്റിനുള്ളിൽ ആ മിനിമം എമൗണ്ട് കളക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെയർ എമൗണ്ട് റീഫണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. മ്യൂച്വൽ ഫണ്ട് ഓരോ ഇൻഡിവിജ്വൽ സ്കീംസിന് വേണ്ടിയിട്ടും ബുക്സ് ഓഫ് അക്കൗണ്ട്, എക്സ്പെൻസ്, അപ്രോപ്രിയേഷൻ ഓഫ് എക്സ്പെൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബുക്കുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്തത് മ്യൂച്വൽ ഫണ്ട് ഓരോ സ്കീം വൈസ് ആയിട്ടുള്ള ആനുവൽ റിപ്പോർട്ട്, ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്, പിന്നെ ഹാഫ് ഇയർലി അൺഓഡിറ്റഡ് അക്കൗണ്ട്, ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മൂവ്മെൻറ്റ്, നെറ്റ് അസറ്റ് വാല്യൂ, ക്വാർട്ടർലി പോർട്ട്ഫോളിയോ സ്റ്റേറ്റ്മെൻറ്റ് ഇതെല്ലാം സെബിയുടെ അടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെബി പറയുന്ന രീതിയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു സ്കീമിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് 2 ഡെയിലി ന്യൂസ് പേപ്പേഴ്സിലെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് 1 വീക്ക് ഗ്യാപ്പിട്ട് ആ ഒരു ഇൻ്റർവെൽ പീരിയഡിൽ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ക്ലോസ് എൻഡഡ് സ്കീമുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ NAV എന്ന് പറയുന്നത് ഡെയിലി ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് 2 ഡെയിലി ന്യൂസ് പേപ്പേഴ്സിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഈ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മൊത്തം സർക്കുലേഷനുള്ള ന്യൂസ് പേപ്പേഴ്സ് ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഈ മ്യൂച്വൽ ഫണ്ടിനെ ഇൻസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നോ അതിലധികമോ പേഴ്സൺസിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ടുള്ള പവർ സെബിക്കുണ്ടായിരിക്കും. നെക്സ്റ്റ് ഈ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യാനായിട്ട്, ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി, ബുക്സ് ഓഫ് അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ടുള്ള പവർ സെബിക്കുണ്ടായിരിക്കും. ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടുകാർ അവരുടെ പ്രൊവിഷൻസോ നിയമങ്ങളൊക്കെ വയലേറ്റ് ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള റൈറ്റും സെബിക്കുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് സെബിയുടെ റെഗുലേഷൻസിൻ്റെ കീഴിൽ വരുന്ന ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഓഫ് ഇന്ത്യ AMFI ആണ്. AMFI എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട് സെക്ടറിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനാണ്. 1995 ഇത് ഫോം ചെയ്തിരിക്കുന്നത്. സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെല്ലാം ഈ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മെമ്പേഴ്സാണ്. ഇപ്പം നിലവിൽ 44 അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് സെബി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരും ഇതിൻ്റെ മെമ്പേഴ്സായിട്ട് വരും. ഈ AMFIയുടെ എയിം അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ വികസനമാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ എത്തിക്കലും പ്രൊഫഷണലുമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതും.
മ്യൂച്വൽ ഫണ്ടിനെയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന യൂണിറ്റ് ഹോൾഡേഴ്സിൻ്റെയും പ്രൊമോഷനും അവരുടെ ഇൻട്രസ്റ്റിൻ്റെ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഓർഗനൈസേഷനാണ് AMFI എന്ന് പറയുന്നത്. അടുത്തത് റോൾ ഓഫ് AMFI ആണ്. അതിൻ്റെ അകത്ത് പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് മാത്രം നോക്കുക. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻസിലെല്ലാം ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഹൈ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അത് എല്ലാം ഡിഫൈൻ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് AMFI എന്ന് പറയുന്നത്. രണ്ടാമത്തത് AMFI എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ ഗവൺമെൻറ് സെബി ഇവരുമായിട്ടെല്ലാം ബന്ധിപ്പിക്കുന്ന ആ ഒരു ഇൻറ്ററാക്ഷനാണ് AMFI റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് മ്യൂച്വൽ ഫണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എല്ലാ കാര്യങ്ങൾക്കും AMFI എന്ന് പറയുന്നത് ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് നിൽക്കും. അടുത്തത് തേർഡ് വൺ, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യമൊട്ടാകെ ഒരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യുന്നത് AMFI ആണ്. അടുത്തത് AMFIയിലെ മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാരുടെ കോഡ് ഓഫ് കണ്ടക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നതും ഇനി എന്തെങ്കിലും വയലേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കുന്നതെല്ലാം AMFI ആണ്. അപ്പം നമ്മൾ ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ AMFI എന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡിൽ പ്രവർത്തിക്കുന്ന എല്ലാ, അതായത് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി, അതായത് ഇവരുടെ മെമ്പേഴ്സായിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും വെൽഫെയറിന് വേണ്ടിയിട്ടും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന യൂണിറ്റ് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് AMFI പ്രവർത്തിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 decades ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിൽ തുടർച്ചയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് AMFI എന്ന് പറയുന്നത്. ഈ മ്യൂച്വൽ ഫണ്ടിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചുകൂടി ഈസിയർ ആക്കുകയും കുറേ അധികം ആൾക്കാരെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ടും AMFIക്ക് സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ അതിന് കുറേ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ് റിസ്ക് ആണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് മാർക്കറ്റ് റിസ്ക് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലോസസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തത് റിട്ടേൺ നോട്ട് ഗ്യാരണ്ടീഡ്. ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ഡൈവേഴ്സിഫിക്കേഷനാണ്. അപ്പോൾ ആ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ റിസ്ക് കുറേയധികം മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. റിസ്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ പോലും നമുക്ക് റിട്ടേൺ ഒരിക്കലും അഷ്വേർഡ് അല്ല. റിട്ടേൺ നമുക്ക് മാക്സിമൈസ് ചെയ്യാനായിട്ടോ റിട്ടേൺ ഉറപ്പാണെന്നോ പറയാനായിട്ട് പറ്റില്ല. അത് മാനേജ് ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട് ശരിയായ സ്ഥലത്തല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫണ്ടിൻ്റെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും റിട്ടേൺ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു ഒന്നല്ല മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അടുത്താണ് ഹൈ കോസ്റ്റ് ആൻഡ് ചാർജസ്. ഈ മ്യൂച്വൽ ഫണ്ട് സ്കീംസിനെ മാനേജ് ചെയ്യാനായിട്ട് കോസ്റ്റ് വളരെയധികം കൂടുതലാണ്. ഇതെന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എൻട്രി ലോഡായിട്ടും എക്സിറ്റ് ലോഡായിട്ടും നമ്മൾ ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ ട്രാൻസാക്ഷൻ ചാർജസ്, മെയിൻ്റനൻസ് ചാർജ്, ഫണ്ട് റണ്ണിങ് എക്സ്പെൻസ്, ബ്രോക്കറേജ് ചാർജ് ഇതെല്ലാം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്തത് നോ കൺട്രോൾ ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻസ്. ഈ മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡെസിഷൻസും എടുക്കുന്നത് ഫണ്ട് മാനേജേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഫണ്ടിൻ്റെ മേലെ ഡെസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ല. അതായത് ഫണ്ട് മാനേജേഴ്സാണ് ഇതെപ്പോൾ മേടിക്കണം, എപ്പോൾ വിൽക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റണം നിർബന്ധമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ സ്വിച്ചിങ് ഫീച്ചർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ അഡീഷണലായിട്ട് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലിമിറ്റേഷൻ കുറേയൊക്കെ അവർക്ക് ഈ ഒരു ഫീച്ചർ വഴി മറികടക്കാനായിട്ട് സാധിക്കും. അടുത്താണ് ലോക്കിംഗ് പീരിയഡ്. ചില മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്ക്, അതായത് ക്ലോസൻ്റ് സ്കീമുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലോക്കിംഗ് പീരിയഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു പീരിയഡിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന് അതിനെ നമുക്ക് ക്യാഷാക്കി മാറ്റാനായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ആ ഒരു പീരിയഡിൽ അവർ യൂണിറ്റ് കൈവശം വെക്കുക തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അടുത്താണ് ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. പക്ഷേ ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിസ്ക്കാണ്. ആ സമയത്ത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും.
അപ്പോൾ ആ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ അഡ്വാൻറ്റേജിനേക്കാൾ കൂടുതലായിട്ട് ആ ഒരു കോസ്റ്റിൻ്റെ ബാധ്യത വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീമെറിറ്റ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു പോർഷൻ തീരുവാണ്. നന്നായിട്ട് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.